അന്ന് അവിടെ ഉണ്ടായിരുന്നത് ചില അമാലിക്കത്ത് വർഗത്തിൽപ്പെട്ട ചില ബഹുദൈവാരാധകരായ ധിക്കാരികളായിരുന്നു. അവരൊക്കെ തുടച്ചു നീക്കിയ നാട് പരിശുദ്ധമാക്കണമെന്നായിരുന്നു അള്ളാഹ് ഇവരോട് പറഞ്ഞത്. ഇവരുടെ ഡ്യൂട്ടി അതായിരുന്നു. അപ്പൊ ഇവര് കള്ളന്മാരെന്താ പറഞ്ഞത് കയറോ, അള്ളാഹ് നിങ്ങൾക്ക് നിശ്ചയിച്ച ആ പരിശുദ്ധ നാട്ടിലേക്ക് കടക്കണം. നിങ്ങൾ പിന്തിരിയരുത്, ബേക്കടിക്കരുത്. നിങ്ങൾ ബേക്കടിച്ചാൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും എന്ന് പറഞ്ഞപ്പോ കാലോ അവര് പറയാണ്, യാ മൂസ, അവിടെ കുറെ പോക്കിരിമാരായ വലിയ ആളുകളാണുള്ളത്, ഞങ്ങൾ അങ്ങോട്ട് കടക്കൂല, അവരവിടെ നിന്ന് ഇങ്ങോട്ട് പോകാതെ. ഇവർക്ക് അള്ളാഹു നിശ്ചയിച്ച ഓരോ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച നാടിനെ വിമോചിപ്പിക്കാനാണ്. ഇനി ഇവര് പറയാണ് ഓരോട് ഇങ്ങോട്ട് പോയാലേ ഞങ്ങളോട് കടക്കുള്ളൂ. പിന്നെ ഓല് കിടക്കണം. തന്നികേടാണത്. ഇവരത് പറയാൻ പാടുണ്ടോ? ആ ചെങ്കടലിൽ നിന്ന് അങ്ങനെയൊക്കെ രക്ഷിച്ച അള്ളാനെ ഓല് കണ്ടതല്ലേ. ഇപ്പൊ രണ്ടാള് പറഞ്ഞു, ഓല് കൊടുത്തപ്പെട്ട രണ്ടാള് അള്ളാനെ പേടിയുള്ള ആളുകളിൽപ്പെട്ട രണ്ടാള്. ഓർക്ക് അള്ളാഹു നല്ല തിരിച്ചറിവ് കൊടുത്തിരുന്നു. ഓലിട്ടാളും പറഞ്ഞു, ആ പോക്കിരിമാരായ ആളുകൾക്ക് മേൽ നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണം, നാട്ടിലേക്ക് കവാടം കടക്കണം. നിങ്ങൾ കടന്നാൽ ഫഇന്നക്കും ഗാലിബൂൻ, നിങ്ങൾ വിജയിക്കും. കടക്കണം, നിങ്ങൾ കടന്ന അള്ള വിജയിപ്പിക്കുങ്ങളെ. അള്ളാന്റെ മേൽ നിങ്ങൾ തവക്കുൽ ചെയ്തോളി, ഇങ്ങും മോമിനി, നിങ്ങൾ മോമിനികളാണെങ്കിൽ എന്ന് ആര് പറഞ്ഞു? ആ കൂട്ടത്തിൽ തന്നെ പെട്ട രണ്ടാള് അന്തള്ളവര് പറഞ്ഞു. ഒരു പറഞ്ഞു ശ്രദ്ധിച്ചോളെ തരാമാക്കാം. മൂസ, ഞങ്ങൾ അങ്ങോട്ട് കടക്കൂല അബദൻ, ഒരു കാലത്തും. ആ ധിക്കാരികളായ ആളുകൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് കടക്കൂല. താങ്കളും താങ്കളെ റബ്ബും കൊണ്ട് പോയിക്കോ. എന്നിട്ട് ഫക്കാത്തല്ല, നിങ്ങൾ രണ്ടാളും തന്നെ യുദ്ധം ചെയ്യും, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ ചെയ്യുള്ളൂ. ഇതാണ് ബദറില് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞത്. ബനൂ ഇസ്രായേലികൾ മൂസാ നബിയോട് പറഞ്ഞവർക്ക് നിങ്ങൾ ഒരിക്കലും പറയില്ല, നബി നിങ്ങൾ ബർക്കുല്ലിമാത്തിലേക്ക് പോയാൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഈ കടലൊക്കെ നിങ്ങൾ ഇറങ്ങിയാൽ കൂടെ ഞങ്ങൾ ഇറങ്ങും, ഞങ്ങൾ ഒപ്പം തന്നെ ഉണ്ടാവും. ബനൂ ഇസ്രായേലുകൾ മൂസാ നബിയോട് നന്ദികേട് കാണിച്ചമാർക്ക് ആ ജാതി ഭർത്താനൊന്നും ഞങ്ങൾ പറയില്ല എന്ന് ബദറിൽ പറഞ്ഞത് ഒരു വലിയ സംഭവമാണല്ലോ. അതിതാണ്. അപ്പൊ കാല നബി എന്താ പറഞ്ഞ നിങ്ങൾക്ക് അറിയോ? എന്റെ കാര്യം, എന്റെ കാക്കാന്റെ കാര്യം മാത്രമേ എന്റെ നിയന്ത്രണത്തിലുള്ളൂ. കാക്കാരാണ് ഹാറൂൻ നബി. ഹാറൂൻ നബിനെ ഒരു സഹായിയായി, ഒരു സഹപ്രവാചകനായി അള്ളാഹു തആല മൂസാ നബിക്ക് ഒരു സഹായത്തിന് കൊടുത്ത ആളാണ്. മൂസാ നബി ദ്വാരന്നിട്ട് ഫിറോനടുത്ത് പോകണം, നമ്മളെ എന്നെക്കാൾ വാചാലനാണ് കാക്കാനെയും പാടെ എനിക്കൊന്ന് നിന്റെ കൂടെ വിട്ടുതരണം പറഞ്ഞപ്പോൾ അങ്ങനെ ഹാറൂൻ നബിനെ അള്ളാഹു തആല നബിയാക്കി. ജ്യേഷ്ഠനാണ്, 4 വയസ്സിന് മൂത്തതാണ്. എൻ്റെ കാര്യം കാക്കാൻ്റെ കാര്യം എൻ്റെ നിയന്ത്രണത്തിലുള്ളൂ. ഈ ചങ്ങായിമാരെ കാര്യമൊന്നും എനിക്ക് ഒന്നും അറിയില്ല പഠിച്ചോനെ. ഞങ്ങളുടെയും ഈ അധർമ്മികളായ ആളുകൾക്കിടയിൽ നീ ഒരു നല്ല തീരുമാനം എടുക്കണം പഠിച്ചോനെ. അതിന് മറുപടിയായിട്ട് അള്ളാഹു തആല പറഞ്ഞത്, ആ പരിശുദ്ധ നാട് 40 വർഷത്തേക്ക് അവർക്ക് നിഷിദ്ധമാണ്, അങ്ങോട്ട് കിടക്കൂല. ഭൂമിയിൽ അവർക്ക് നട്ടം തിരിയും. സീനായി മരുഭൂമിയിൽ ഓലിങ്ങനെ നട്ടം തിരിയും. ജലാലയിലൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു രാവിലെ പോക്ക് തുടങ്ങിയെങ്കിൽ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ തുടങ്ങിയെടുത്തിട്ട് എത്തിയിട്ടുണ്ടാവും. അള്ള കൊടുത്തൊരു അടിയാണ്. പോണതെടുക്കുക സമൃദ്ധമായ ഫലസ്തീനിലേക്ക്. അതിൻ്റെ പുറത്തുള്ള മരുഭൂമി കിടന്ന് കറങ്ങിയെന്ന് മാത്രമല്ല, ആ കറക്കത്തിനിടയിൽ ആദ്യം ഹാറൂൻ നബി വഫാത്തായി, പിന്നെ മൂസാ നബി വഫാത്തായി. കടന്നിട്ടില്ല, അങ്ങോട്ട് കടന്നില്ല. പിന്നെ മൂസാ നബിന്റെ വഫാത്തിന് ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിലാണ് അങ്ങോട്ട് കയറലൊക്കെ ഉണ്ടായത്. ആ വലിയൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്.